ഹലോ, നമസ്കാരം. കുട്ടു ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോഴ് ഇവിടെ സാമ്പാർ വെക്കാൻ പോവാം. ഇത്രയും താമസിച്ചത് വീഡിയോ പിടിക്കാൻ ആരും ഇല്ലായിരുന്നു. ഇപ്പം മോൻ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഞാനത് കുഞ്ഞിനെ കൊണ്ട് ചെയ്യിക്കുക. ഞാൻ നല്ല ശകലം തുമര കഴുകി കുക്കറിനകത്തോട്ടിടുക. കഷ്ണമെല്ലാം ഞാൻ അരിഞ്ഞു വെച്ച് വരുമ്പോഴത്തേക്ക് ചെയ്യാമെന്ന് ഒത്തിരി താമസിച്ചില്ലയോ, ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് അവരെല്ലാം കഴുകാനെടുത്ത് കഷ്ണങ്ങളെ കഴുകി അതിനകത്തോട്ടിട്ട് സാമ്പാറാക്കിയിട്ട് വേണം ചോറുണ്ണാൻ. രാവിലെ തക്കാളിക്ക ചാറുകറി വെച്ച് ഇന്നലെ ഇറച്ചി വെച്ചായിരുന്നു രാത്രിയിൽ. അത് നിങ്ങളെല്ലാം കണ്ടല്ലോ. ഇറച്ചിക്കറിയുണ്ട്. ഞാൻ തന്നെ കഷ്ണം അരിഞ്ഞ് വെച്ച് സവാള കൂടെ അരിഞ്ഞിടട്ടെ. അരിഞ്ഞിട്ടിട്ട് സാമ്പാറാക്കണം. ഇവർക്കെല്ലാം വിശക്കുന്നെന്ന് പറയുന്നു. ഇന്നലത്തെ ചിക്കൻ കറിയുണ്ട്. രാവിലെ ചാറുകറി വെച്ച് അതിരിപ്പുണ്ട്. പിന്നെ സാമ്പാറൂടെ വെക്കണം. ഇവർക്ക് സാമ്പാർ വേണം. സാമ്പാർ വെക്കും. ഇവിടെ ദിവസവും സാമ്പാറുണ്ട്. സാമ്പാർ വേണം. സാമ്പാർ, ചപ്പാത്തി, ഇഡ്ഡലിക്ക് എല്ലാം ഇവിടുത്തെ കൊച്ചവന് ഏറ്റവും സാമ്പാർ, ഇഡ്ഡലി, ദോശ ഇതൊക്കെയാണ് വേണ്ടിയത്. ഇതുണ്ട് ഇവിടുത്തെ പച്ചമുളകാണ്. നമ്മുടെ നാട്ടിലെ പച്ചമുളക് പോലല്ല, ഗുജറാത്തിലെ പച്ചമുളകാണ്. ഭയങ്കര എരിവാണ് ഇതിന്. ഇതിന് 2-3 ഇട്ടാൽ മതി. ഭയങ്കര എരിവാണ്. ഇതെല്ലാം കൂടെ ഒന്ന് കണ്ടിച്ചിട്ട് എളുപ്പത്തിൽ സാമ്പാറാക്കാം. മണി 2 കഴിഞ്ഞ്. പിന്നെ രാവിലെ ജോലിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി. രഞ്ജിനിയും പോയി, വാവ് പോയി, മക്കൾ 2 പേരും പോയി. മൂത്ത ആള് 7 മണിയാകുമ്പോഴേ പോകും. ഞാൻ ഒരു തക്കാളിക്ക കൂടെ ഇടുക. ഇട്ട് സാമ്പാറാക്കണം. ചെന്ന് കേട്ടോ. പിന്നെ എല്ലാവരും എനിക്ക് ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. എന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരും. ഞാൻ വീഡിയോ പിടിക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ടത് ഒന്നും ഇടാനൊക്കാത്തത്. ചേട്ടനത് കുറേയൊക്കെ അറിയാനുണ്ട്. പിടിച്ചത് ശരിയാവില്ലെന്നൊരു ഡൗട്ടിൽ ഇങ്ങനെ വീഡിയോ പിടിക്കത്തില്ല. ഇന്നലെ പക്ഷെ ഒരെണ്ണം ചെയ്തു തന്നു. അത് ഇപ്പോൾ ഇത് രാവിലെ ഇത് അറിയാൻ പായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോ ചെയ്യാൻ പറയുമ്പോൾ മോൻ വരട്ടെ, അവനെ കൊണ്ട് ചെയ്യിക്കാവുന്നു. അങ്ങനെ അവൻ വന്നാൽ പിന്നെ ഞാനത് ചെയ്യുക. അവിടെ നിന്ന് വലിയ ഇഷ്ടമാണ്. വീഡിയോയുടെ കാര്യം പറയുമ്പോഴേ അവന് സന്തോഷമാണ്. ഇത്രയും കഷ്ണമുണ്ടത് ഇതിനകത്ത് ഇടുക. ഇനിയിപ്പോൾ കൊച്ചാൾ വരും. ഇളയാൾ വരുമ്പോൾ അവനുണ്ടാകുന്ന ഇപ്പോൾ ഇവിടെ ബഹളം കാണിച്ചെന്നെ വരും. സമ്മതിക്കത്തില്ല ചെയ്യാൻ. കാരണം മഞ്ഞപ്പൊടി ഇടണം. മഞ്ഞപ്പൊടി ഇട്ട് ശകലം ഉപ്പ്. പൈപ്പുണ്ട്. പക്ഷെ പൈപ്പിലെ വെള്ളമല്ല ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഇവിടെ ബോട്ടിലിൽ വരുന്ന വെള്ളമാണ് അവിടെ എല്ലാവരും ഉപയോഗിക്കുന്നത്. അതാണ് എടുക്കുന്നത്. വെള്ളമൊക്കെ ഇഷ്ടത്തിന് കിട്ടും. വെള്ളമൊക്കെ ഇത് ഇത്രയും ഉപ്പിട്ട് മഞ്ഞപ്പൊടി ഇട്ട് കായപ്പൊടി അതുകൊണ്ട് സാമ്പാർ കൂട്ടി ചേർക്കാൻ നേരത്ത് കായം ഇട്ടാൽ മതി. കായം ഇട്ട് റെഡി ആകുമ്പോഴത്തേക്ക് അടുപ്പിലോട്ട് വെക്കട്ടെ. രാവിലെ ചോറും കറിയൊക്കെ ആകും. 7 മണിയാകുമ്പോഴേ ഇവിടെ ഒരുമാതിരി ആഹാരങ്ങളെല്ലാം ഇവിടെ ആകും. കാരണം കൊച്ചുമോന് 7 മണിയാകുമ്പോഴേ പോകണം. അപ്പോൾ അതുകൊണ്ട് രാവിലെ എൻ്റെ ചപ്പാത്തിയോ ഇഡ്ഡലിയോ ദോശയോ അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം
ആവും. ഞാനിത് അടുപ്പൊന്ന് കത്തിച്ച് കുക്കറൊന്ന് അടുപ്പിലോട്ട് വെക്കുക. അതൊന്ന് ഇരിക്കട്ടെ. റെഡിയായിട്ടുണ്ട്. റെഡിയായിട്ടുണ്ട്. ഞാൻ അടിച്ചു. ഇനി കായപ്പൊടി ഇട്ട് കൊടുക്കാം. കായപ്പൊടി മുമ്പേ കട്ടക്കായ അല്ലാത്തതുകൊണ്ട് ഞാൻ അതിനകത്ത് ഇട്ടില്ല. കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി പൊടി ഉലുവ വറുത്ത് പൊടിച്ചത് അത് ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുക്കാം. ഇനി മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇടുക. Oh my God, ചൂടായ ശകലം വെള്ളം. എനിക്ക് വെള്ളം വേണം. നമുക്ക് കടുവാക്കാം. സാമ്പാർ വെന്ത് എല്ലാം ചേർത്ത് വെച്ചിന് കടുവാക്കും. കടുക് ഇട്ട് രണ്ട് മുളക് മുറിച്ചത് ശകലം ഇട്ട് കൊടുക്കണം. നല്ലൊരു കളറ് കിട്ടും. സാമ്പാർ റെഡിയായി. ഇനി ഉണ്ണാൻ മതി.